കൂട്ടുകാരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ കൂട്ടുകാരെ നിങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്ക് ചേർക്കുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹായ് കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളി മസാലയാണ്. എളുപ്പത്തിൽ നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അതിനായിട്ട് ഞാൻ ഇവിടെ സവാള അരിയാണ്. സവാള അരിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 2 സവാളയുടെ ആവശ്യമുണ്ട്. 2 സവാള എടുത്ത് നമ്മൾ കുറുക്കെ മുറിച്ചിട്ട് ഇതൊരു 3 കഷ്ണമാക്കി ഇങ്ങനെ എടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ചട്ടി വെച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് നമ്മൾ സവാളയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ബാലൻസ് എണ്ണയ്ക്കകത്ത് നമ്മൾ കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കുക. പൊട്ടിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവാള അതിന് കൂടുതൽ നല്ലോണം വഴറ്റണം. ഇവ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഇളക്കി ഒന്ന് വഴറ്റാം. അപ്പൊ സവാള വഴന്നു വന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് കൊടുക്കുന്ന 2 ചെറിയ തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ നമ്മൾ ചേർത്ത് ഒന്ന് വഴറ്റാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കണം പറഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. 1 സ്പൂണോളം ഉണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് നമുക്കൊന്ന് വെച്ചാൽ ഇനി നമുക്ക് മസാലപ്പൊടി ആയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല. ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ലോണം മാറ്റിയെടുക്കും. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കണം പറഞ്ഞാൽ വെള്ളമാണ്. കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കും. ഇതെല്ലാം ഇളക്കിയെടുക്കും. ഇനി ഒരു 2 മിനിറ്റ് ഓളം നമുക്കതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിക്കാം. അപ്പൊ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ സവാള കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് നല്ലോണം ഇളക്കാം. ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പം നമുക്ക് നിർത്താം. അപ്പോൾ നമ്മുടെ മസാല റെഡിയാവും. ഇവിടെ ഇപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ഉള്ളി മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഐറ്റം നമ്മൾ ചേർക്കാറുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ കൂട്ടുകാരെ നിങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്ക് ചേർക്കാനുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കരിയാപ്പിലയാണ്. അതിൻ്റെ മേളിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ കൊച്ചു വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും കൂട്ടുകാരെ.